ഹലോ. ഞാനിന്ന് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് വന്നതാണ് ട്ടോ. ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ വന്നതാണേ. ഇവിടെ വന്നപ്പോൾ ഒരു സംഭവം കണ്ടു. എൻ്റെ അമ്മമ്മയ്ക്ക് ഇവിടെ ഒരുപാട് ഔഷധ ചെടിയുടെ കളക്ഷൻസ് ഉണ്ട്. ഒരുപാട് പറയുമ്പോൾ ഒരു 10-20 എണ്ണം ഉണ്ടാവും. അപ്പോൾ കുറേ എണ്ണത്തിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. അതേപോലെ എന്തിനാ ഉപയോഗിക്കാമെന്ന് പോലും എനിക്കറിയില്ല. ഇപ്പോഴൊന്നും അങ്ങനെ ആരും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉപയോഗിക്കണില്ലല്ലോ. ഇപ്പം എല്ലാവരും ഇംഗ്ലീഷ് മരുന്ന് കാര്യങ്ങളൊക്കെയാണല്ലോ ഉപയോഗിക്കുന്നത്. ആയുർവേദമായിട്ട് അങ്ങനെ ആർക്കും ഇപ്പോൾ വലിയ ടച്ച് ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ അമ്മമ്മ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ സംഭവങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും കുറേ എണ്ണത്തിൻ്റെ പേര് എനിക്കറിയില്ല. അതേപോലെ കുറേ എണ്ണം എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ജസ്റ്റ് എന്തായാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തൊക്കെയാണെന്നുള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൻ്റെ പേരോ അല്ലെങ്കിൽ അതെന്തിനാണ് ഉപയോഗിക്കുക എന്നൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കും കൂടി ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. അപ്പോൾ എന്തായാലും എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. ആദ്യം തന്നെ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം കേട്ടോ. ഈ മരത്തിൻ്റെ പേര് കൂവളം എന്നാണ് കേട്ടോ. ഇത് സാധാരണ നമ്മൾ അമ്പലത്തിലൊക്കെയാണ് കാണാറ്. നമ്മൾ ഈ ശിവന് മാല കെട്ടി കൊടുക്കാനൊക്കെ ആയിട്ട് ഇതിൻ്റെ ഇല ഉപയോഗിക്കും. ഇതൊരു ഔഷധ ഗുണമുള്ള ചെടിയാണെന്ന് ഞാൻ എപ്പോഴാട്ടോ സത്യത്തിൽ അറിയണേ. എന്തോ BP-ക്ക് ഷുഗറിനൊക്കെ ഉപയോഗിക്കും തോന്നുന്നുണ്ട് ഇതിൻ്റെ ഇല. അപ്പോൾ ഇത് വേറെ എന്തിനെങ്കിലും ഉപയോഗിക്കുമോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. ഇത് ചെറുള എന്ന് പറയുന്ന ഒരു ഔഷധമാണ് കേട്ടോ. ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. വൃക്കരോഗങ്ങൾക്കും അതേപോലെ മൂത്രക്കല്ലിനൊക്കെ നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ കൂടുതലായിട്ടും നമ്മളിതിനെ ബലിതർപ്പണങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാറ്. അതുകൊണ്ട് തന്നെ ഇതിന് ബലിപ്പൂവ് എന്നുള്ളൊരു പേര് കൂടി ഉണ്ട്. അടുത്തത് തഴുതാമ എന്ന് പറയുന്ന ഒരു ഔഷധമാണ് കേട്ടോ. ഇത് കൂടുതലും ഈ ഷുഗറൊക്കെ ഉള്ള ആൾക്കാർക്ക് തോരൻ വെച്ച് കൊടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. വേറെ എന്തിനും ഉപയോഗിക്കാമെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇത് പിന്നെ ഒട്ടുമിക്ക എല്ലാവരുടെ വീട്ടിലുണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഇവിടെ ഇതിന് മുറികൂടിയ ഇല എന്നൊക്കെയാണ് കേട്ടോ പറയുക. അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പറയുക എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മൾ ഈ മുറിയൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇല അരച്ച് അതിൻ്റെ ചാറ് പിഴിഞ്ഞ് തേച്ച് കൊടുത്താൽ പെട്ടെന്ന് മുറി ഉണങ്ങും കേട്ടോ. നല്ല നല്ല ഔഷധ ഗുണമുള്ള ഒരു ഇലയാണ് മുറികൂടിയ ഇല. ചെവി വേദനയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന മുയൽ ചെവി എന്ന് പറയുന്ന ഒരു ഔഷധമാണ്. ഇതിൻ്റെ ഇല നമ്മൾ ആവിയിൽ വാട്ടിയെടുത്തിട്ട് അതിൻ്റെ ചാറ് ചെവിയിൽ ഒഴിക്കുക. ചെവി വേദനയ്ക്ക് നല്ലതാണ് കേട്ടോ. ഇതിൻ്റെ ഇല ഇങ്ങനെ മുയലിൻ്റെ ചെവി പോലെ ഇരിക്കുന്നതുകൊണ്ട് ഇതിനെ മുയൽ ചെവി എന്ന് വിളിക്കുന്നത് അത്ര. ഇതിനെപ്പറ്റി കൂടുതൽ ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് പിന്നെ എല്ലാവർക്കും അറിയണ്ടാവില്ലേ, കിഴാർനെല്ലി. നമ്മൾ മഞ്ഞപ്പിത്തത്തിനൊക്കെ ഉപയോഗിക്കണം. ഇതിൻ്റെ പേര് മാത്രമേ എനിക്കറിയായിരുന്നു കേട്ടോ. ബാക്കിയെല്ലാം എനിക്ക് അമ്മയും മേമയും അമ്മച്ചനൊക്കെ പറഞ്ഞു തന്നതാണ്. അമ്മമ്മ പിന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല, അമ്മമ്മ പണിക്ക് പോയിരുന്നു. ഇതും പിന്നെ എല്ലാവർക്കും പരിചയം ഉണ്ടാവും കണ്ടിട്ട്, തുമ്പപ്പൂവ്. എൻ്റെ അമ്മയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ. പണ്ട് ഈ ഗ്രഹിണി പിടിച്ച കുട്ടികൾക്കൊക്കെ ഇങ്ങനെ തുമ്പപ്പൂ ഇട്ടിട്ട് ചോറ് വെച്ച് കൊടുക്കണം, തുമ്പച്ചോറ്. പിന്നെ അതേപോലെ ചൊറിച്ചിലുള്ള കുട്ടികൾക്കൊക്കെ ഇത് അരച്ചിട്ട് മേത്ത് തേച്ച് കൊടുക്കുക, അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. ആടലോടകമാണ് കേട്ടോ. ഇത് നമ്മൾ ചുമ മാറാനായിട്ടാണ് ഉപയോഗിക്കുക. ഒന്നില്ലെങ്കിൽ ഇത് നാടൻ കോഴിമുട്ടയുടെ കൂടെ അരച്ച് ചേർത്തിട്ട് കുടിക്കുക, അല്ലെങ്കിൽ ഇതും അരിയും കൂടി വറുത്ത് പൊടിച്ചിട്ട് അങ്ങനെ കഴിക്കുക. ചുമ മാറാനായിട്ട് നല്ല മരുന്നാണ് കേട്ടോ ആടലോടകം. ഈ വള്ളി പോലെ കാണുന്നതാണ് കേട്ടോ ശംഖുപുഷ്പം എന്ന് പറയുന്നത്. ഇത് ചെറിയ കുട്ടികൾക്കൊക്കെ ഒരം വീണ് കഴിഞ്ഞാൽ നല്ലപോലെ അരച്ച് തേനിൽ ചേർത്ത് കൊടുക്കാറുണ്ട്. ഈ കാണുന്ന ഔഷധത്തിൻ്റെ പേരാണ് തിപ്പല്ലി എന്ന് പറയും കേട്ടോ. സാധാരണ ഇത് കാണാനായിട്ട് ഇങ്ങനെ വെറ്റിലയുടെ ഇല പോലെയൊക്കെ ഇരിക്കും. ഇത് സാധാ തിപ്പല്ലി അല്ല കേട്ടോ, ഇത് കാട്ടുതിപ്പല്ലിയാണ്. ഇത് നമ്മൾ ശ്വാസം മുട്ടലിനും അതേപോലെ ചുമയ്ക്കൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. ഇതിൻ്റെ ഇലയും അതേപോലെ ഈ കാണുന്ന കായൊക്കെ ഉണക്കി പൊടിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക അത്ര. ഇതിൻ്റെ പേര് പൂവാങ്കുറുതല എന്നാണ് കേട്ടോ. ഇത് നമ്മൾ വയറ്റിലൊക്കെ ഉണ്ടാകുന്ന മുഴകളൊക്കെ ഉണ്ടാവില്ലേ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. ഇതിൻ്റെ പേര് കല്ലുരുക്കി. ഇത് നമ്മൾ മൂത്രക്കല്ലിനും അതേപോലെ മൂത്രപ്പഴുപ്പിനൊക്കെ അരച്ചിട്ട് പാലിൽ ചേർത്ത് കുടിക്കുക കേട്ടോ. പാലിൻ്റെ ഇല പോലെ ഇരിക്കുന്ന ചെടിയാണ് ഇടിഞ്ഞല് കേട്ടോ. ഇത് നമ്മൾ സാധാരണ ബാക്ക് പെയിനൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് അരച്ച് ചേർത്തിട്ട് കഞ്ഞി ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഇത് ഉമ്മത്തുംകായ എന്ന് പറയുന്ന ഒരു ചെടിയാണ് കേട്ടോ. സംഭവം ഇത് ഒരു വിഷമുള്ള ചെടിയാണ് എങ്കിലും പുഴുക്കടിക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ തലയിൽ തേക്കാൻ എണ്ണ കാച്ചാനൊക്കെ ഉപയോഗിക്കാറ്. ചെടിയിൽ ഇങ്ങനെ ചുറ്റി കിടക്കുന്ന വള്ളിക്കാണ് കേട്ടോ ചിറ്റാമൃതം എന്ന് പറയാം. ഇത് നമ്മൾ ഷുഗറൊക്കെ കുറയാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. തലേ ദിവസം രാത്രി ഇതിൻ്റെ വള്ളി ചതച്ചിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കുക, എന്നിട്ട് ആ വെള്ളം പിറ്റേന്ന് രാവിലെ വെറും വയറ്റിൽ കഴിക്കുക. ഇങ്ങനെയാണ് ഇത് ഉപയോഗിക്കുക കേട്ടോ. ഇത് വാദത്തിനൊക്കെ ഉപയോഗിക്കണ വാദം കൊല്ലി എന്ന് പറയുന്ന ഒരു ഔഷധമാണ് കേട്ടോ. ഇതിൻ്റെ പേര് കാട്ടുതൃത്താവ് എന്നാണ് കേട്ടോ. ഇത് നമ്മൾ കാട്ടുതുളസി എന്നും പറയാറുണ്ട്. ഈ പനിക്കൊക്കെ നമ്മൾ ചുക്ക് കാപ്പി ഉണ്ടാക്കില്ലേ, അപ്പോൾ ഇതിൻ്റെ വേരൊക്കെ ചതച്ചിടാറുണ്ട്. അതേപോലെ കർക്കിടക കഞ്ഞിയിലൊക്കെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ ഇത്.
ഇത് പിന്നെ ഒട്ടുമിക്ക ആൾക്കാരും ഉപയോഗിക്കുന്ന ഒരു ഔഷധമായിരിക്കും കേട്ടോ. മുഞ്ഞല എന്ന് പറയും ഞങ്ങളുടെ അവിടെ. പിന്നെ ചെറിയ പിള്ളേരെയൊക്കെ ഇതിൻ്റെ ഇലയും അതേപോലെ പച്ചമഞ്ഞളും ചതച്ചിട്ടിട്ട് വെള്ളം ചൂടാക്കിയിട്ട് കുളിപ്പിക്കാറുണ്ട്. ചെറിയ പിള്ളേർക്ക് മാത്രമല്ല മുതിർന്നവർക്ക് വരെ ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ പേരാണ് കൊടങ്ങൽ. ഇത് നമ്മൾ കർക്കിടക കഞ്ഞിയിലും ഇടാറുണ്ട്, അതേപോലെ തോരൻ വെച്ചും കഴിക്കാറുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇനി ഒരുപാട് ഔഷധ ചെടികളുണ്ട് കേട്ടോ ഇവിടെ. പക്ഷേ എല്ലാം കൂടി ഒരുമിച്ചൊരു വീഡിയോയിലാക്കി കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത്ത് കൂടും. അത് കാരണം ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം കേട്ടോ. എല്ലാത്തിൻ്റെയും പേര് പോലും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അതേപോലെ എന്തിനാണ് ഉപയോഗിക്കാമെന്നും അങ്ങനെ അത്രയും കറക്റ്റായിട്ട് അറിയില്ല. എന്നാലും എനിക്ക് അറിയുന്ന അറിവ് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.